നമസ്കാരം. പനി പിടിച്ച് കിടപ്പായിരുന്നു. ശബ്ദത്തിന് നല്ല പ്രശ്നമുണ്ട്. പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകരെ വാർത്ത ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്നതാ ആരോഗ്യം മോശമായിട്ടും വാർത്ത ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഭരണമില്ലെങ്കിലും പിണറായി വിജയന് എന്തു ഭയമാണ് ബിജെപിക്കും വി ഡി സതീശനും എന്ന് തോന്നിപ്പോവുകയാണ്. എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പ്രതിപോലുമല്ല. എന്നിട്ടും EDയെ വെച്ച് വേട്ടയാടുകയാണ് UDF ഭരിക്കുമ്പോൾ BJP ഗവൺമെന്റ് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്നാണെന്നും റിയൽ CJP ആരാണെന്നും ഒക്കെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് VD സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ചെന്നത്. നരേന്ദ്രമോദിയെ കണ്ട് അമിത്ഷായെയും കണ്ട് കുമ്പിട്ട് ദില്ലിയിൽ നിന്ന് മടങ്ങും മുമ്പ് തന്നെ ED ഇവിടെ എത്തിയിരിക്കുന്നു. കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു. മാധ്യമങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയാണ്, വലിയ വാർത്ത കൊടുക്കണം എന്ന രീതിയിൽ. PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള റെയ്ഡ് നടത്തുന്നു. ഇവർ എന്താ വിചാരിച്ചെന്ന് പറയൂ? ഇങ്ങനെ റെയ്ഡൊക്കെ നടത്തുമ്പോൾ ആരും ഒരക്ഷരം മിണ്ടില്ല, പിടിച്ചുകൊണ്ട് പൊക്കോ പിണറായി വിജയനെ എന്ന് പറയുമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിനുള്ള ചില കളികൾ മാധ്യമങ്ങളിലൂടെ നടത്തുന്നുണ്ടായിരുന്നു. പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നത, പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റണമെന്ന് ഒരു വലിയ വിഭാഗം ആളുകൾ ശബ്ദമുയർത്തുന്നു. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ വ്യാജ വാർത്തകൾ വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അന്നേ ഞാൻ പറഞ്ഞിരുന്നു, എന്തോ പിണറായി വിജയനെതിരായിട്ട് ചില കളികൾ നടക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇവരൊക്കെ വിചാരിച്ചു ഇതൊക്കെ കേട്ട് സഖാക്കൾ അന്ന് പിണറായിനെ പിടിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് കാണും. ഇവരുടെ ഓപ്പറേഷൻ അങ്ങ് നടന്നു എന്നാണ് മാധ്യമങ്ങളും ഈ BJPയും UDFന്റെ പല ശിങ്കിടികളും ഒക്കെ വിചാരിച്ചത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? പിണറായി വിജയന്റെ വീട്ടിൽ ED എത്തിയപ്പോൾ ഈ സമയം കൊണ്ട് അവിടെ വന്ന് നിറഞ്ഞത് 500-ലധികം സഖാക്കളാണ്. ഞങ്ങളുടെ പിണറായി സഖാവിനെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാമല്ലോ, കരുണാകരന്റെ പോലീസ് തല്ലിച്ചതച്ചതാണ് പിണറായി വിജയനെ. അതുകൊണ്ട് UDF ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയനെ വേട്ടയാടി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുമെന്ന് സഖാക്കൾക്കറിയാം. സഖാക്കൾക്ക് ഇന്നും ജീവനാണ് പിണറായി വിജയൻ എന്ന് കാണിച്ചു തരുന്ന സംഭവമാണ് നടന്നിട്ടുള്ളത്. എന്തായാലും ചാരമാണെന്ന് വിചാരിച്ച് ഒന്ന് ചെയ്യാവുന്നതാണ് സതീശൻ. ഇപ്പോൾ കനൽ കെട്ടിട്ടില്ല, തീപ്പന്തമായി മാറുകയാണ് സഖാക്കൾ. തെരുവീതികളിൽ ഇപ്പോൾ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അതായത് CPMന്റെ നേതാക്കളും സഖാക്കളും ഒക്കെ പിണറായി വിജയന് വേണ്ടി, ഈ പാർട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഇങ്ങനെ നടക്കുകയാണ്. ഇത് വീണ വിജയനെ വേട്ടയാടലല്ല, മറിച്ച് പിണറായി വിജയനെ വേട്ടയാടിക്കൊണ്ട് ഈ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള BJPയുടെ തന്ത്രമാണ്. UDF ഭരിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ എന്ന് പിണറായി വിജയനും അമിത്ഷാക്കും അറിയാം. ഗോൾവാക്കർ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാമല്ലോ. ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ദിന പരിപാടിയിൽ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി നിലവിളക്കിന് ഇങ്ങനെ തിരിയൊക്കെ കൊളുത്തി ഇങ്ങനെ കുമ്പിട്ട് നിന്ന വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയ വിധേയത്വ RSSനോടുള്ള ഒരാളാണെന്ന് കേരളം ഭരിക്കുന്നതെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. അതുകൊണ്ട് ഈ RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായിട്ടുള്ള ഗോൾവാക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിലെന്താണ് പറയുന്നത് അറിയൂ? ക്രിസ്ത്യാനികളും മുസ്ലിമുകളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഞങ്ങളുടെ മുഖ്യ ശത്രുക്കൾ എന്നാണ്. അപ്പോ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന മുഖ്യ ശത്രുവിനെ ഇല്ലാതാക്കണമെങ്കിൽ അങ്ങനെ ഒരാൾ വേണമെന്നറിയാം. അങ്ങനെ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ എന്നറിയാം. മാത്രവുമല്ല, UDFന്റെ ലക്ഷ്യം എന്താണ്? പിണറായി വിജയനെ അകത്തിടുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും എന്താണ് പറയുന്നതെന്ന് അറിയാം. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പിടിച്ച ED അകത്തിടാത്തത്? എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. നാണമുണ്ടോ രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചു പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ലോകസഭ അംഗത്വം എടുത്തു കളഞ്ഞപ്പോഴും നാഷണൽ അവാർഡ് കേസുമായി ബന്ധപ്പെട്ട 40 മണിക്കൂറിലധികം സമയം ഈ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തപ്പോഴും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ജനാധിപത്യത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന ഹിംസാത്മകമായ കടന്നാക്രമണത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് രാഹുൽ ഗാന്ധിയുടെ ലോകസഭാ അംഗത്വം തിടുക്കപ്പെട്ട് റദ്ദാക്കിയ സംഭവം. രാഹുൽ ഗാന്ധി നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ കേസ് നൽകിയതും കോടതി വിധി മുൻനിർത്തി ലോകസഭാ അംഗത്വത്തിന് അയോഗ്യത കൽപ്പിച്ചതും. എതിരഭിപ്രായങ്ങളെ അധികാരം ഉപയോഗിച്ച് അമർച്ച ചെയ്യുക എന്നത് ഫാസിസ്റ്റ് രീതിയാണ്. പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന നേതാവിനെയാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത്. സ്വഭിപ്രായം തുറന്നു പറയുന്ന സാധാരണ ജനങ്ങൾക്ക് ഇവിടെ എന്ത് രക്ഷ? ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഇവർ എന്ത് വിലയാണ് നൽകുന്നത്? BJP ഇതര സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകളിലും മനീഷ് സിസോദിയ, രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരായ കേസുകളിലും പ്രതികരിച്ച പ്രതിപക്ഷ MP-മാരെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തതും ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ പോസ്റ്റർ പതിപ്പിച്ചതിന്റെ പേരിൽ ഡൽഹിയിൽ കൂട്ടത്തോടെ കേസെടുക്കുകയും അറസ്റ്റ് നടത്തുകയും ചെയ്തു.
ഇതൊരു ജനാധിപത്യ സമൂഹത്തിനും നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾക്കും നിരക്കുന്ന നടപടികളല്ല. വിമർശനങ്ങളോടുള്ള അതിരുവിട്ട അസഹിഷ്ണുത നമ്മുടെ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ നടപടിയെ ഈ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ നോക്കിക്കാണാനും ശക്തമായി പ്രതികരിക്കാനും ജനാധിപത്യ വിശ്വാസികൾ ഒന്നടക്കം മുന്നോട്ട് വരണമെന്ന് പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. സതീശ, എന്നാൽ സതീശിന് ഈ സമയം വരെ ഒരു പോസ്റ്റ് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടോ? തികഞ്ഞ സംഖ്യയാണ് ഇയാളെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ? ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയല്ലേ LDF എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ഭയന്നിരുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ലേ പിണറായി വിജയൻ? അദ്ദേഹത്തിനെതിരെ ED വേട്ടയാടുമ്പോഴും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പപ്പുമോന് ഒരു രീതിയിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇയാളും തികഞ്ഞ RSSകാരനാണെന്ന് പറയാതെ ഇരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ പറയുന്ന ഇവരെ താഴെ ഇറക്കാൻ കഴിയുന്നില്ല, നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ തികഞ്ഞ ദുരന്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്ക് ലോക്സഭയിൽ ഉള്ളത് എന്ന് തന്നെയാണ്. അതാണ് മമതാ ബാനർജി ഒക്കെ പറഞ്ഞത്. ഈ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടെ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് BJPക്കാണ് എന്ന്. ഇപ്പൊ കേരളത്തിൽ സമാനമായിട്ടുള്ള സംഭവമല്ലേ നടക്കുന്നത്? സതീശ് എന്താ മുഖ്യമന്ത്രി ആയപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ എന്താണ് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസ് ഡീല് കാണുന്നു. 3 BJPയുടെ MLA-മാർ ഇപ്പോൾ സഭയിലെത്തിയിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ തന്നെ ജില്ലയിൽ സംഘപരിവാർ സംഘടനയും അതുപോലെ തന്നെ കോൺഗ്രസും കൂടി ഇങ്ങനെ ചേർന്ന് ഒരു പുത്തൻകുടിച്ച് വളവുകോട് പഞ്ചായത്ത് ഭരിക്കുന്നു. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ഒരക്ഷരം കമ എന്ന് പറയുന്ന ഒരു അക്ഷരം കേന്ദ്ര സർക്കാരിന് മിണ്ടുന്നില്ല. രത്തൻ കേൽക്കരെ പോലുള്ള ആളുകളെ സെക്രട്ടറി ആക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോരം അന്വേഷണങ്ങൾ നടത്തിയെന്ന് ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ടെന്ന് ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ പറഞ്ഞോ? SFI അടക്കമുള്ള പല ആളുകളും കൂടെ നടത്തിയല്ലോ അന്വേഷണങ്ങൾ. എല്ലാവരും ഇദ്ദേഹത്തിന്റെ കൈ ശുദ്ധമാണെന്നല്ലേ പറഞ്ഞത്? ഒരു മാത്യു കുഴനാട് എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നല്ലോ, മൂവാറ്റുപുഴ MLA. ഇയാള് വിജിലൻസ് കോടതിയിൽ പോയി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തപ്പോ എന്താണ് ആ കോടതി പറഞ്ഞത്? കണ്ടം വഴി ഓടിച്ചില്ല, രാഷ്ട്രീയ പ്രേരിതമാണ് മിസ്റ്റർ മാത്യു കുഴനാട് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പിണറായി വിജയനെയും ആ കുടുംബത്തെയും വേട്ടയാടാൻ വേണ്ടി ഇവർ നടത്തിയ എല്ലാ ശ്രമങ്ങളും പൊളിഞ്ഞു. അവസാനം ഷോൺ ജോർജ് രംഗത്തേക്ക് വന്നു, SFI അന്വേഷണമായിട്ട് വന്നു, അതും മൂഞ്ചിക്കുത്തി. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഒരു രീതിയിലും പൂട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ചില രീതിയിലൊക്കെ ചില കുതന്ത്രങ്ങളൊക്കെ ഒരുക്കി പിണറായി വിജയനെ പൂട്ടി ഇടതുപക്ഷത്തെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തുകയാണ് BJP UDF ഡീൽ മച്ചാമാർ ഭയ്യ ടീമുകൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് ഒരു കണക്കിന് സതീശൻ ചെയ്തത് നന്നായെന്നേ പറയുകയുള്ളൂ. കാരണം പ്രതിപക്ഷം ഇവിടെ ഇല്ലേ എന്നൊക്കെ പലരും ചിന്തിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഇവിടെ ഉണ്ടടാ എന്ന് ജനം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലേ ഒഴുകി എത്തിയത് നേതാക്കളടക്കം, MP ഗോവിന്ദ മാഷ് അടക്കം. ഇന്ന് ഞാൻ നോക്കിയപ്പോ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇങ്ങനെ ഇരുന്ന് നടു റോഡിൽ ഇരുന്ന് അടിപൊളിയായിട്ട് ഈ കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പിണറായി വിജയന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന കാഴ്ച ഇത് സഖാക്കൾക്ക് വലിയ ആവേശം നൽകുന്ന ഒരു കാഴ്ചയാണ്. വരും ദിവസങ്ങളിൽ VD സതീശ നിങ്ങളുടെ സംഘപരിവാർ ഈ വിധേയത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള ശബ്ദം എന്തായാലും സഭയിലൊക്കെ മുഴങ്ങും. ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു വരവ് വരുന്നുണ്ട് സഭയിലേക്ക്. അതൊരു ഒന്നൊന്നര വരവായിരിക്കും. സഭയിൽ പിണറായി വിജയൻ എത്താതിരിക്കാൻ വേണ്ടി കേന്ദ്രത്തിന്റെ കൂട്ടും പിടിച്ച് അകത്താക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അത് പരാജയപ്പെടാൻ പോവുകയാണ്. EDക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇനി ആണ് മോനെ പിണറായി വിജയന്റെ കളി കാണാൻ പോകുന്നത്. പലയിടങ്ങളിലൊക്കെ കുമ്പിട്ട് വലിയ എന്താ പറയാ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മുടെ VD സതീശൻ എന്ന് അറിയാമല്ലോ. അങ്ങനെ ഇങ്ങനെ പിടിച്ച കുമ്പിടുന്ന ഒരു കുമ്പിടിയല്ല പ്രതിപക്ഷ നേതാവെന്ന് ഇനി എന്തായാലും നമുക്ക് കാണാം. അത് കാണിച്ചു കൊടുക്കുമെന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.